എന്റെ ഏട്ടനെ തായോളി മൈരേന്ന് വിളിക്കാണ്ട് നിങ്ങൾ എന്റെ വീട്ടുകാരനും പോയി വിളിക്കടാ. അതുപോലെ സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിലും ഇന്റർവ്യൂവിനെ വിളിച്ചു. ഫിലിമിൽ കൂടി മലയാള സോഷ്യൽ മീഡിയയിൽ ഞാൻ പരിചയപ്പെടുത്തിയ രേണു സുധിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചേച്ചി പറഞ്ഞാവുക, ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് ഒരു കാണാം എന്നൊക്കെ ഉണ്ടാവുക. അത് നമ്മള് നോക്കുന്ന തലങ്ങളിലാണ്. ഇപ്പൊ നമ്മൾ നോക്കുന്ന തലത്തിലല്ല പ്രശ്നം, നീ കാണിച്ചു കൂട്ടുന്ന തലത്തിലാണ് പ്രശ്നം. ചക്കിക്കൊത്ത ഞങ്കരൻ അവിടെ പൊക്കി കഴിഞ്ഞാൽ ഇവിടെയും പൊക്കാനായിട്ട് കൂടെ ആള് വരുമെന്നുള്ള ഒരു ഒറ്റ ധൈര്യത്തിലായിരിക്കും രേണു സുധി വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൊക്കാൻ വരുന്നതിന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ, കൂടെ നിൽക്കുന്നതിന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ക്വാളിറ്റിയോ തിരിച്ചറിവോ രേണു സുധിയുടെ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം കൊണ്ടും നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും സ്വന്തം പോസ്റ്റായിട്ട് ഇതെന്തോ വലിയ മഹത്വൽക്കരിച്ചുകൊണ്ട് ഇലക്ഷൻ ജയിച്ച ഏതോ ഒരു പ്രതിനിധിയെ പോലൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എനിക്കറിയാൻ വയ്യ രേണു വീണ്ടും ഇത് ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതും ഏത് രീതിയിലാണ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ നെഗറ്റിവിറ്റികൾ കൊണ്ട് മാത്രം മുന്നിലേക്ക് പോവുക. അവിടെ ഇവിടെയും രണ്ട് തണൽമരം കണക്ക് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവരുടെ മാത്രം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് പോവുക. ഇപ്പൊ പരമാവധി ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു ഇമ്പോ മേളോ ഒന്നും ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇത് തന്നെ വൺസ് കമന്റ് വരുന്ന നെഗറ്റീവ് കമന്റ്, ചീത്ത വിളിക്കുന്ന കമന്റുകളെല്ലാം പെറുക്കി എടുത്ത് വെച്ച് അതിനെതിരെ റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി. അവരൊരു ബിഗ് ബോസ് പോയത്, ഒരു ബിഗ് ബോസ് ഫെയിം, അറ്റ്ലീസ്റ്റ് ആ ഒരു ഷോയ്ക്കകത്ത് വന്നിട്ടുള്ളതിന്റെ ഒരു ക്വാളിറ്റി, എന്തായാലും പോയപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലെന്നറിയാം. ആ ഷോയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് അതിന്റെ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ആ ഒരു ബ്രാൻഡിന്റെ ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. കുറെ അധികം വിധവകളോ അല്ലെങ്കിൽ കുറെ അധികം സ്ത്രീകളോ കുറച്ചധികം അമ്മുമ്മമാര്, അതായത് ഈ വീട്ടിനുള്ളിൽ മൊബൈൽ മാത്രം നോക്കിയിരിക്കുന്ന ഒരുപാട് പ്രായമുള്ള സ്ത്രീകളുണ്ട് നിനക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ആ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടെങ്കിൽ നീ അല്പം തിരിച്ചറിവോട് കൂടി ഒന്ന് പെരുമാറിയായിരുന്നെങ്കിലേ കാണുന്ന നമുക്ക് നിന്റെ വീഡിയോ കാണുമ്പോ ഇതിനെ മാറ്റി അടുത്ത സാധനം എടുത്തിടാം എന്ന രീതിയിൽ പറഞ്ഞൊന്ന് മുന്നോട്ട് വരായിരുന്നു. 2-3 ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ തന്നെ കണ്ടിട്ട് വിലയിരുത്തുക. ഇതുപോലെയുള്ള അശ്ലീലമായ വയറിന്റെ ഇടയിൽ കൂടെ ക്യാമറ കയറിയും ബ്ലൗസിനകത്തൂടെ കയറിയും കഷത്തിന്റെ ഇടയിൽ കൂടെ ക്യാമറ കയറിയൊക്കെ പിള്ളേർ കണ്ട് ആ പിള്ളേർ ഭ്രാന്തരായി പോകും. കാരണം നിയന്ത്രിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട് സ്കൂളിൽ 5ലും 10ലും 8ലും എല്ലാം. അപ്പൊ അവരുടെ ലഹരിയും കൂടെ കയറി ചമ്പും പാമ്പരാൻ കയറി വേണ്ടാത്ത ലഹരിയും കൂടെ കയറി അവന്റെ പഠനം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു തരത്തില്ലെങ്കിൽ മറുതരത്തിൽ കാണിക്കുന്നു. അതുപോലെ സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിലും ഇന്റർവ്യൂവിനെ വിളിച്ചു. പുള്ളി ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയ ഉണ്ടല്ലോ, ഓൺലൈൻ മീഡിയ എവിടെങ്കിലും പൊങ്കാല നടക്കുമ്പോഴോ ഏതെങ്കിലും സെലിബ്രിറ്റീസ് എവിടെങ്കിലും വരുമ്പോഴോ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ പൊങ്കാല നടക്കുമ്പോഴത്തേക്ക് അടുപ്പിനകത്ത് തവിയിട്ട് ഇളക്കാൻ നേരം, അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റി ഉദ്ഘാടനത്തിനോ എവിടെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവർ കാറിൽ നിന്നും ഇറങ്ങുന്ന നേരം, അവർ കാറിനകത്ത് ഇരിക്കുമ്പോൾ പുറത്ത് ഗ്ലാസ് തുറന്നിട്ട് വെളിയിൽ നിന്നുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ഒരു പൂവോ കായോ എന്തെങ്കിലും ഒരു പഴമൊഴിയെങ്കിലും തറയിലോട്ട് വീണ് കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് അവർ കുനിയുമ്പം, അല്ലെങ്കിൽ ആ സാരി ഒന്ന് പിടിച്ച് നേരെ ഇടാനായിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ തിരിഞ്ഞങ്ങോട്ട് നിൽക്കുമ്പോഴത്തേന് ബാക്കിൽ നിന്നും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ആരാണെന്ന് മനസ്സിലായോ, ഈ കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലായോ. ഇതാണ് പരിപാടി, അതാണ് റീച്ച്, അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഇതുപോലെ ക്യാമറ എടുക്കുന്ന സോഷ്യൽ മീഡിയ, അതായത് മുഖം കാണിക്കാൻ പോലും കഴിയാതെ അതിനകത്ത് മാസ്ക് വെച്ചോണ്ട് അവരുടെ മുന്നിലേക്ക് ക്യാമറ എടുത്ത് നീട്ടുമ്പോഴത്തേക്കിന് ഉടനെ മുഖം മറയ്ക്കുന്ന വ്യക്തികൾ, അതായത് രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന മേഖലയിൽ നിൽക്കാതെ നിങ്ങളുടെ ആ ഒരു കഴിവ് കാണിക്കേണ്ടത് ഏതെങ്കിലും പോൺ സൈറ്റുകൾ വീഡിയോ എടുക്കുമ്പോഴാണ്. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ റവന്യൂ കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ വേറെ എന്ത് ഇംഗ്ലീഷുകാർ, ഹിന്ദിക്കാർ, അവിടെ ഹോളിവുഡ്, കോളിവുഡ്, മോളിവുഡ് ഒന്നുമില്ല. അവിടെ നിങ്ങൾ തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഇതുപോലെ പോകുന്ന, പ്രത്യേകിച്ച് രേണു സുധിയുടെ ക്ലിപ്പുകൾ മാത്രം എടുക്കാനായിട്ട് കൂടെ നിൽക്കുന്ന ഓൺലൈൻ മീഡിയസ്, നിങ്ങൾക്കായിട്ട് പോൺ സ്റ്റാർസിൽ ഒരു വീഡിയോഗ്രാഫർ വേക്കൻസി അവൈലബിൾ ആണ്. ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യുക. അതായിരിക്കും എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അടുത്തത്, അതുപോലെ സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിലും ഇന്റർവ്യൂവിനെ വിളിച്ചു. സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ ശക്തമായി അടിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. രാത്രി 8 മണി 10 മണി തൊട്ട് വെളുപ്പാങ്കാലം 2 മണി വരെ എല്ലാം കാണിച്ചു കൊടുത്തിരിക്കുമ്പോൾ പ്രായമുള്ളവർ കണ്ടു. കുട്ടികളുടെ കാര്യം എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? നിന്റെ മകൻ കുറെ കഴിയുമ്പോൾ 5ാം ക്ലാസ്സിലോ 10ലോ പഠിക്കും, സ്കൂൾ റൂമിനകത്തിരുന്ന് മൊബൈലിൽ പഠിക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഒരു സാധനമുണ്ട്, അവ ഒരു 199 രൂപ 200 രൂപ അങ്ങോട്ട് അടച്ച് ഒരു മാസം നീ പോലും അറിയുന്നില്ല. സുഖമായിട്ട് ഇത് കാണുന്നു. കുറെ കഴിഞ്ഞ് പഠനവും പോയി, അവന്റെ ഭാവിയും പോയി, എല്ലാം പോയി. പിന്നെ അവന് നടക്കണ്ടേ തോന്നി തെണ്ടിത്തിരിഞ്ഞ്. സോ നമുക്ക്
അല്ലണ്ണ അണ്ണൻ പറയുന്ന പല കാര്യങ്ങളിലും ഞാൻ വിയോജിപ്പാണെങ്കിലും പക്ഷെ ഈ ഒരു കാര്യത്തിൽ യോജിപ്പുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ ഒന്നെങ്കിൽ എടുക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് ആ ഒരു പ്രായപരിധിയെങ്കിലും പ്രോപ്പറായിട്ട് വെച്ച് വല്ല ആധാർ കാർഡോ എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ കാണിച്ചിട്ട് വേണം ഈ ഒരു സാമാനത്തിലോട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ ഇതുപോലെ കാണിക്കുന്ന ഈ സബ്സ്ക്രിപ്ഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഇതൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. അവർക്ക് റവന്യൂ മാത്രം കിട്ടിയാൽ മതി. അതിപ്പോ ആര് കാണുന്നു ആര് കാണുന്നില്ല ഒന്നുമില്ല. ആരൊക്കെ എത്ര ദിവസം അവരുടെ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം അവർക്ക് അറിഞ്ഞാൽ മതിയേ. അതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യം അവർക്ക് അറിയേണ്ടി വരത്തില്ലേ. പിന്നെ അല്ലാതെ പിന്നെ പിള്ളേരുടെ ക്യാരക്ടറും സ്വഭാവം ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ രേണുസുതി അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം രേണുസുതി 24 മണിക്കൂർ പറഞ്ഞു പ്രായപൂർത്തിയായ ഒരു മോനുണ്ട് എനിക്ക്. എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ചേച്ചിയുടെ അടുത്ത പരിപാടിയിലേക്ക് പോവാ. ഞാനിപ്പോ ഒരു വീഡിയോ കാണിക്കാതെ ഈ നെഗറ്റിവിറ്റികളിൽ മാത്രം എങ്ങനെ മുന്നിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിനെ മാത്രം എങ്ങനെ ചൂണ്ടിയെടുക്കുന്നു. വളരെ വൾഗറല്ലേ രേണു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും വേസ്റ്റ് സ്വഭാവം രേണു, വെറും വേസ്റ്റ്. നമ്മൾ പല കാര്യങ്ങളും വിയോജിപ്പ് പറയുന്നുണ്ടെങ്കിലും ഇത് വൺ ഓഫ് ദ വേസ്റ്റ് സാധനം. നീ ഇപ്പൊ വന്ന് അല്പമെങ്കിലും ഒന്ന് മാറി നല്ല രീതിയിൽ ഒന്ന് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെങ്കിലും ഒരു അല്പ ആശ്വാസം കിട്ടും. അത്രേ ഉള്ളൂ. ഈ വീഡിയോയുടെ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയുടെ ക്യാപ്ഷൻ നിങ്ങളൊന്ന് നോക്കിയാൽ വ്യക്തമായിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന മൈരന്മാരോട് ഒന്ന് പറഞ്ഞോട്ടെ, ഓട് മൈരെ കണ്ടം വഴി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നയാ. അതിന്റെ താഴെ നമ്മുടെ കമന്റ് ഉണ്ട്, അല്പമെങ്കിലും ഉളുപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു പെണ്ണ് കാണിച്ചു കൂട്ടുന്ന പരിപാടികളാ നെഗറ്റീവ് കമന്റ്. ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ ഏതൊക്കെ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പെണ്ണിന് തലയിലെങ്ങനെ തേങ്ങ വീണ കുഞ്ഞേ? വല്ലതും പറ്റിയോ? എന്തേലും പറ്റിയോ? ചേട്ടനോട് പറയാൻ പറ്റുന്ന പറ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്തു തരാം. അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. തുറന്നു പറയാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, നമ്മളതിനെ സഹായിക്കാം. ഒരിക്കലും അതൊരു കോണ്ടന്റ് ആയിട്ടോ വീഡിയോ ആയിട്ടൊന്നും എടുത്ത് രേണുവിനെ അപമാനിക്കാനായിട്ട് നമ്മൾ വരുത്തില്ല. പക്ഷെ ഈ ഒരു പോക്ക് കണ്ടിട്ടേ ഇത് എന്തിനോ വേണ്ടി കൊലയ്ക്കുന്ന വാഴയോ സാമ്പാറോ എന്നൊക്കെ പറയല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ തോന്നുന്നത്. ഇതൊക്കെ നോക്കേ. എന്റെ ഏട്ടനെ തായോളി മൈരേന്ന് വിളിക്കാണ്ട് നിങ്ങൾ വീട്ടുകാരനും പോയി വിളിക്കടാ തെണ്ടികളെ. എന്റെ കെട്ടിയവനിയാ. രേണുവിന്റെ അഭിനയം ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഒന്നെങ്കിൽ രേണു അഭിനയിക്കുന്ന സമയത്ത് ഈ അഭിനയ ഇൻഡസ്ട്രി നിർത്തണം, എന്നാൽ മാത്രമേ രേണു ഇതിനകത്ത് മുന്നിലേക്ക് വരത്തുള്ളൂ. അല്ലാതെ രേണു അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ രേണു പറയുന്നത് കൊണ്ടൊന്നും തോന്നില്ല. വളരെ ബോർ അഭിനയമാണ്, ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അഭിനയമാണ്. എല്ലാത്തിനും നിനക്ക് ഈ ഒരു ഒറ്റ ഫേസാ, ഇങ്ങനൊരു ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ ഒരു സാധനം. സങ്കടം വന്നാലും സന്തോഷം വന്നാലും പ്രേമം വന്നാലും നിരാശ വന്നാലും ഈ ഒരു സാധനം ഒന്ന് മാറ്റി പിടിക്കാൻ നോക്ക്. അത് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിനും ശോഭനയെക്കാട്ടിലും മുകളിലെത്താനായിട്ട് കഴിവുകൾ ഏറെ ഉള്ള ഒരു കഴിവേറിയായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇവനെന്താ പറയാനുള്ള? അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് രേണു ചേച്ചിനെ പറഞ്ഞിട്ടല്ലോ, അത് ഓൾറെഡി എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ അങ്ങനെ ഒരു ചാറ്റ് ചെയ്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുക, ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് ഒരു കാണാം എന്നൊക്കെ ഉണ്ടാവുക. അത് നമ്മൾ നോക്കുന്ന തലങ്ങളിലാണ്. ഇപ്പോൾ വായ സിനിമ ഇറങ്ങിയപ്പോൾ വായിൽ അവന്റെ ഏട്ടൻ അനിയനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതിയെന്ന്. അപ്പോൾ അത് അവൻ കേൾക്കുന്നത് തന്നെയാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതി. പക്ഷെ അവന്റെ ഏട്ടൻ എന്താ പറഞ്ഞത്, നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ തന്നെ നിന്നാൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ. അയ്യേ, വാഴയാണോ നീ കമ്പയർ ചെയ്യുന്നത്? അതൊരു സിനിമയല്ലേ കുഞ്ഞേ, അത് നമ്മൾ കേട്ടതിന്റെ കുഴപ്പമില്ലേ? ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി മീറ്റ് മൈ മാനേജർ ചായ കുടിക്കാൻ പോകുന്നതില് ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കാത്ത ഒരു മനുഷ്യൻ പോലും ഒരാൾ സ്ട്രേഞ്ചർ മെസ്സേജ് അയക്കുമ്പോഴത്തേന് നമുക്ക് ചായ കുടിക്കാം അങ്ങോട്ടേക്ക് വാ എന്ന് പറയുവോ? എനിക്കറിയുന്നില്ല. ഇത് വളരെ, നീ എന്തിനാ ഇതിനകത്ത് കയറി വലുതായിട്ട് വെള്ളം അടിക്കാനായിട്ട് നിൽക്കുന്നേടാ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ പോയിട്ട് നിന്റെ പാന്റ് ഉടുപ്പല്ല സോറി, പുതിയ നിന്റെ സാരി എല്ലാം മേടിച്ചെടുത്ത് കൊടുത്തേ. ചുമ്മാ ആവശ്യമില്ലാതെ പുതിയ ഏതെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവന്നിട്ട് ഇത് ഭയങ്കര ബ്രാൻഡാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നേ. അതൊക്കെയല്ലേ നിന്റെ പരിപാടി. ആശാ, നീ എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ ഇടപെടാനായിട്ട് നിൽക്കുന്നത്? ലോക വെടിയിറങ്ങി. അയ്യോ, നിന്റെ അമ്മച്ചി എവിടെ നടാ ഇറങ്ങിയത്? അത് നിന്റെ പെണ്ണുമ്പിള്ളയാണ് ഇറങ്ങിയത്. എവിടെ നടാ ഇറങ്ങിയത്? അവരെ എന്തിനാണ് ഇറക്കി വിട്ടത്? പാവങ്ങള്. എന്നാലും ഒന്നുമല്ലല്ലോ, നിന്റെ അമ്മച്ചി അല്ലേടാ. രേണുസുതിയുടെ വകയുള്ള വമ്പൻ പ്രമോഷനാണ്. തെറികൾക്കും തന്തയില്ലായ്മയ്ക്കും നെഗറ്റീവ് കമന്റ്സിനും വമ്പിച്ച രീതിയിലുള്ള ഒരു ആദായ വിൽപ്പന എന്ന രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സിന് ഒരു പ്രമോഷൻ കൊടുക്കുക എന്നുള്ളതാണ് രേണുസുതിയുടെ പ്രൊഫൈല്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് രേണുവിനോട് എന്തെങ്കിലും തന്തയില്ലായ്മ പറയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെന്ന് കമന്റ് ചെയ്യുക. ആ കമന്റ് എടുത്തു വെച്ച് രേണുസുതി റിയാക്ട് ചെയ്ത് നിങ്ങളെയും പ്രൊമോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതായത് നെറികെട്ടവന്മാരുടെയും തെറി വിളിക്കുന്നവന്മാരുടെയും പ്രമോഷൻ ഏറ്റെടുത്തിരിക്കുന്ന ബിഗ് ബോസിൽ നിന്ന് 33ാമത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങിയ രേണുസുതി അഥവാ രേണു വില കുത്തുച്ചം ഗുണം മെച്ചം രേണു ബൾക്ക് പ്രമോഷന് രേണു. അടുത്തത്
സെയിം ഷൂട്ട്. ഇവരെന്തോ കാണിക്കും? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ രേണു ദീപ്തിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി രേണു ചേച്ചി. കാരണം വളർന്നു വന്നല്ലോ രേണു ചേച്ചി, ഒതുങ്ങിയിരുന്നില്ലല്ലോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ എന്താ പറയാ, അടച്ച് 4 ചുമമ്പന്റെ ഉള്ളിൽ ഇരിക്കാതെ. എടാ ഇതൊന്നും വിഷയമില്ലടാ. ഇവൻ അവിടെ നിന്നിട്ട് വയറ്റിൽ ഒരു ക്രീം വയ്ക്കാൻ എന്തോ കുഴപ്പമെന്തോ. ഞാനിപ്പോ ഉടുപ്പില്ലാതെ വേണേ അപ്പുറത്ത് ഒരു ചെടിച്ചട്ടി കിടക്കണം, അവിടെ ഒരു ചെടിച്ചട്ടിയൊക്കെ മേടിച്ചോണ്ട് വരും. ഇപ്പൊ എന്തോ വിഷയം എന്തോ? വേറെ കുഴപ്പമൊന്നുമില്ല. നീ തേക്കടാ, ആവശ്യമില്ലാത്ത ഒരു വല്ലതും പറയും. നീ എന്തിനാ ആലോചിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. സ്വയം പ്രഖ്യാപിത നയൻതാര, അങ്ങനെയാണല്ലേ എന്റെ പേര്, താര നയൻതാര. അവിടെ കേക്കല്ലേ കേട്ടല്ലോ. ആ പെണ്ണെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണ്. അവളുടെ കേരളത്തിലോട്ട് ഇനി വരത്തില്ല. എങ്ങനെ ഇവിടുന്ന് പോയി രക്ഷപ്പെട്ടതാ? ഇനി കേരളത്തിലൊക്കെ ഒന്ന് അവരെ മാതാപിതാക്കളെയോ അവരെ റിലേറ്റീവ്സിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ കേരളത്തിലേക്ക് കാലുകുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് പോയത് കാര്യം, അല്ലെങ്കിൽ നയൻതാരയ്ക്ക് വലിയൊരു കോമ്പറ്റീഷൻ നീ മലയാളത്തിൽ കൊടുത്തതിനായിരുന്നു കേട്ടോ. എന്തായാലും വീട്ടുകാർക്കെല്ലാം രേണു ചേച്ചി ഇഷ്ടമാണ്, രേണു ചേച്ചി പരിപാടികളെല്ലാം ഇഷ്ടം. അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും. അതാണ് ഇഷ്ടപ്പെടുന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചില വിഭാഗം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ആ വിഭാഗം ആൾക്കാർ എങ്ങനെയുള്ളവരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വിഭാഗമുള്ള ആൾക്കാർ പോട്ടെ, എങ്ങനെ ഇരിക്കട്ടെ. അണ്ണാ എന്തോണ്ണാ? എല്ലാവർക്കും നമസ്കാരം. ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിൽ കൂടി ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് എൻ്റെ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം അനുരാഗക്കാറ്റ് റിലീസാകുകയാണ്. പ്രേമത്തിനും സ്നേഹത്തിനും അനുരാഗത്തിനും പുതിയ ഒരു അർത്ഥം സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു കഥ. കണ്ടിട്ട് പറയാം, ഇനി സ്നേഹത്തിനും പ്രേമത്തിനും മാത്രമാണോ അതിന് കാമത്തിനും കൂടെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അനുരാഗ കാറ്റിലൂടെ കാട്ടിനുള്ളിൽ വെച്ച് ഉണ്ടാക്കി പുറത്തിറക്കിയ എന്നുള്ളൊരു കാര്യം കേട്ടോ. എന്നാലും പോയി കാണണം കേട്ടോ. രേണു ചേച്ചിയുടെ പരിപാടിയാണ് കേട്ടോ. പോയി കാണുമൊന്നും വേണ്ട, ഫോണിൽ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ. ചേച്ചി നമ്മളത് പ്രൊമോട്ട് ചെയ്യണ്ടേ? ഇതിൽ നായികയായി എത്തുന്നത് മോഹം എന്ന ഷോർട്ട് ഫിലിമിൽ കൂടി മലയാള സോഷ്യൽ മീഡിയയിൽ ഞാൻ പരിചയപ്പെടുത്തിയ രേണു സുധിയാണ്. നിങ്ങളായില്ലേ ഈ കയ്യബദ്ധം കാണിച്ചേ? ആടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്ന ഫ്ലവേഴ്സുകാർ പല ജോലികളും കൊടുത്തിട്ട് അതൊന്നും വേണ്ട, അതൊന്നും എനിക്ക് ചേർക്കാൻ പറ്റത്തില്ല, അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന രേണു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. നിങ്ങളല്ലേ ആദ്യം പരിചയപ്പെടുത്തിയ? കാണാനായിട്ടിരുന്നതാ. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്തായിരുന്നു പ്രയോജനം? ഒന്ന് വിവരിക്കാവോ? വല്ല കാര്യം ഉണ്ടായിരുന്ന പരിചയപ്പെടുത്തി കൊടുക്കണ്ട. എന്തായാലും കൊള്ളാം. അത് കാരണം ഒരു നിലയായി, അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല, അതായി. ആ നില അവസാനം നിലനിൽപ്പ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ആ നില കയ്യിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇത് രേണു എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രേണുവിന്റെ പുതിയ അനുരാഗ കാറ്റ്, ആ കാറ്റ് അതിലേക്കൂടെ അടിക്കുന്നത് നിങ്ങളൊക്കെ പോയി നോക്കണം. ആ കാറ്റിന്റെ ദിശ കൊള്ളാവോ നോക്കണം. കാറ്റ് നല്ല രീതിയിലാണോ അടിക്കുന്നത് നോക്കണം. പിന്നെ ആ കാറ്റിന് ഒരുപാട് തണുപ്പുണ്ടോ നോക്കണം. തണുപ്പിലൂടെ നമുക്ക് കുളിർമയുണ്ടോ നോക്കണം. എന്നാൽ പറഞ്ഞതുപോലെ സ്നേഹവും പ്രേമവും ഒക്കെ ആണോ അതിനകത്ത്, അതോ ഇനി കാമം മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളത്, ഈ സാധനം കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവാം. എന്നിരുന്നാലും പക്ഷെ രേണു ഇച്ചിരി താന്ന് കേട്ടോ, താന്ന് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. നെഗറ്റീവ് കമന്റ്സിനെതിരെയുള്ള സംസാരം മാത്രമല്ല, നെഗറ്റീവ് വീഡിയോക്കെതിരെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഷവീന ബീവി എടുത്തിട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഷവീന ബീവി ഇത്തവണ തൊടുന്നില്ല. മുമ്പൊക്കെ തെറുത്താത്തെന്നെങ്കിലും വിളിക്കുന്നായിരുന്നു. ഇപ്പൊ ആ തെറിയെന്ന് പോലും പെണ്ണ് വിളിക്കാനായിട്ട് മുതിരുന്നില്ല. എന്തോ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം, നല്ല നടപ്പും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ പോകണം. പുതിയ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ വരട്ടെ, അല്പമെങ്കിലും മാറ്റി പിടിച്ചാൽ കൊള്ളാം.